ഹലോ, എല്ലാവർക്കും നമ്മളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, കുക്ക് ചെയ്ത് നമ്മുടെ അമ്മ നാട്ടിൽ നിന്ന് ഒരു സാറ് വന്നപ്പോൾ കൊടുത്തുവിട്ട കുറച്ച് ഫിഷ് ഐറ്റംസ് കാണിക്കാനായിട്ടാണ്. കൊണ്ടുവന്നതിൽ നിന്ന് കുറേശ്ശെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ കണവ ഫ്രൈ ആണ്. സത്യത്തിൽ കണവ ഫ്രൈ ചെയ്തത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഈ ഫ്രൈ ചെയ്തത് നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന കാര്യം അങ്ങ് ക്യാൻസൽ ചെയ്ത്. പിന്നെ ഇതിൽ 2 വലിയ കൊഞ്ചുണ്ടായിരുന്നു, അത് 2 എണ്ണേ ഉള്ളായിരുന്നു. അത് സ്പെഷ്യലായിട്ട് നോനുവിന് വേണ്ടി കൊടുത്തു വിട്ടതാണ്. പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്തതാണ് കൊണ്ടുവന്നത്, കാരണം ചീത്തയാകാതിരിക്കാൻ വേണ്ടി തന്നെ. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മുടെ കരിമീൻ ഫ്രൈ ആണ്. കരിമീൻ ഫ്രൈ കുറേയൊക്കെ പൊടിഞ്ഞു പോയി, കാരണം ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു പോകും. പിന്നെ ഈ ഫ്രൈ ചെയ്ത ഐറ്റംസ് ആയതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും, കാരണം ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കയ്യിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയാകും. അപ്പോൾ പിന്നെ നമ്മൾ കരിമീൻ്റെ പുറത്ത് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒന്ന് തൂകിയതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുറേയൊക്കെ പൊടിഞ്ഞു പോയെങ്കിലും അത്യാവശ്യം നല്ലത് തിരിഞ്ഞ് നമ്മൾ പെറുക്കി വെച്ചാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ പുറത്ത് കുറച്ച് നാരങ്ങാനീരും പിന്നെ ഇതുപോലെ ചെറിയ 2 പീസ് സവാളയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. പിന്നെ ഇത് നമ്മുടെ മത്തി ഫ്രൈ ആണ്. മത്തി ഫ്രൈ ചെയ്തത് നമ്മൾ ഓർത്ത് അച്ചാറിടാമെന്നും പറഞ്ഞ് വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഇടുന്നതായിരിക്കും, കാരണം കരിമീൻ ഫ്രൈയും അതുപോലെ തന്നെ കണവ ഫ്രൈയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മത്തി ഫ്രൈ കുറച്ച് നമ്മളെടുത്ത് കഴിക്കും, ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് അച്ചാറിടാം. അതാകുമ്പം നമുക്ക് ചീത്തയാവാതെ കുറച്ചുകൂടി ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വേണം നമുക്കിത് അച്ചാറിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ അമ്മ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പം കുറച്ചുകൂടി കട്ടിയായിരിക്കും. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളിത് എടുത്തിട്ട് കുറച്ച് നേരം ഇതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷമാണ് കഴിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ക്ലീനായിട്ട് റെഡിയാക്കിയെടുത്ത ഡ്രൈ ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ പിന്നെ നമ്മളിടാം. പിന്നെ വേറൊരു സാറിൻ്റെ കയ്യിൽ നമുക്ക് കുറച്ച് സ്നാക്ക് ഐറ്റംസും പിഴുപുളി, കുരുമുളക് പൊടി, പപ്പടം, കുറേ പൊടി ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയച്ഛനും കൊടുത്തു വിട്ട സാധനങ്ങൾ അത്രയും കാര്യമായിട്ട് ഇവിടെ കൊണ്ടു തന്ന 2 സാറുമാർക്ക് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.